ഘാനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും പ്രശസ്തനായ ആഫ്രിക്കൻ രാഷ്ട്രീയ നേതാവും സോഷ്യലിസ്റ്റുമായിരുന്ന ക്വാമെ ങ്ക്രുമയോടുള്ള ആദരവ് കൊണ്ടാണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായക മീര നായരും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മഹദൂദും തങ്ങളുടെ മകന് സോഹ്രാൻ കാമെ മംദാനി എന്ന പേരിട്ടത്. അതെ, 33 വയസ്സ് മാത്രം പ്രായമുള്ള യുവനേതാവ് യൂറോപ്പിന്റെ സാരഥ്യം വഹിക്കുമ്പോൾ പ്രത്യേകതകൾ ഏറെയാണ്. അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിന് പരിചിതമല്ലാത്ത രാഷ്ട്രീയം പറയുന്ന ഒരു യുവരാഷ്ട്രീയ പ്രവർത്തകന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇത്തവണ ലോകം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ വംശജനായ സോഹ്രാൻ മംദാനി 1946 ബോംബെയിലാണ് ജനിച്ചത്. ഗുജറാത്തി മുസ്ലിമാണ് അദ്ദേഹം. 2015 സോഹ്രാൻ മംദാനി അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഏഷ്യൻ വംശജരുടെ പ്രശ്നങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന അലി നജ്മി എന്ന അഭിഭാഷകന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സോഹ്രാന്റെ രാഷ്ട്രീയ പ്രവേശനം. തുടർന്ന് സോഹ്രാന് 2017 ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ സംഘടനയിൽ അംഗമായി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ടും നരേന്ദ്രമോദിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ടും ഹിന്ദു വർഗീയതയ്ക്കെതിരായ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് സോഹ്രാൻ. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മംദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് ഡൊണാൾഡ് ട്രംപ് ആക്ഷേപിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സോഹ്രാൻ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ടേ അനുവദിക്കൂ എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംദാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കുമോയ്ക്കു വേണ്ടിയായിരുന്നു ട്രംപിന്റെ ഭീഷണി. സിറിയൻ വംശജയായ ചിത്രകാരി റാമ ദുവാജിയാണ് സോഹ്രാന്റെ ഭാര്യ. പരമ്പരാഗതമായി വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അമേരിക്കയിലെ പ്രശസ്ത പാർട്ടികളേറെയും. എന്നാൽ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ശക്തമായ ആഭിമുഖ്യം പുലർത്തുന്ന സോഹ്രാൻ സൗജന്യമായ പൊതുഗതാഗത സംവിധാനവും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതുമാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പ്രഖ്യാപിച്ചത്. ലോകത്താകമാനമുള്ള മനുഷ്യ ചൂഷണങ്ങളെയും വംശഹത്യയെയും എതിർക്കുന്ന സോഹ്രാൻ ഇസ്രായേൽ പാലസ്തീൻ നടത്തുന്ന വംശഹത്യക്കെതിരെ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ന്യൂയോർക്കിൽ വന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ശക്തമായ വിമർശകനാണ് സോഹ്രാൻ. സോഹ്രാന്റെ വിജയം ട്രംപിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സോഹ്രാനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ട്രംപ്. സോഹ്രാനെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയത്തിൽ അയക്കുമെന്ന് വരെ പറയുകയുണ്ടായി. Yesterday, Donald Trump said that I should be arrested. He said that I should be deported. He said that I should be denaturalized. ആര്യ രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് വിജയം ട്വീറ്റ് ചെയ്തതിലൂടെയാണ് മലയാളികൾ സോഹ്രാൻ മംദാനിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ നേതൃത്വവും അവർക്ക് പിന്തുണ നൽകുന്ന വലിയ ജനസമൂഹവും മുതലാളിത്ത രാഷ്ട്രമായ അമേരിക്കയിലും വളർന്നുവരുന്നത് ലോകത്താകമാനമുള്ള മുതലാളിത്ത പ്രതിരോധങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.